ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റാണ്, മോണിറ്ററാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നിൽക്കുന്നത്. നമ്മളെ ഗെയിമിംഗ് സീരീസിലായിക്കോട്ടെ, എഡിറ്റിംഗ് സീരീസിലായിക്കോട്ടെ, സ്റ്റുഡിയോ വീഡിയോ ആർക്കിടെക്ചർ സെഗ്മെൻറ്റിലൊക്കെ ആയിക്കോട്ടെ, നല്ല മോണിറ്റർ നമുക്ക് വേണം. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര തന്നെ നിങ്ങൾക്ക് മോണിറ്ററിലും നിങ്ങൾ മാറ്റം കൊണ്ട് വരുത്തിയിരിക്കണം. നിങ്ങളൊരു ആർക്കിടെക്റ്റാണ്, നിങ്ങൾ റെൻഡറിങ്ങിന് ഉപയോഗിക്കുകയാണ്, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ലോ റേഞ്ച് മോണിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ നമ്മൾ മോണിറ്ററിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി തന്നെ എല്ലാ ബ്രാൻഡുകളും മോണിറ്ററിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം sRGB അല്ലെങ്കിൽ റിഫ്രഷ് റേറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ മോണിറ്ററുകളിലുള്ള നല്ല നല്ല മോണിറ്റേഴ്സുകൾ ബ്രാൻഡുകൾ ഇപ്പം മാറ്റം വരുത്തി പുതിയൊരു സെഗ്മെൻറ്റ്, മോണിറ്റർ റെവല്യൂഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ മോണിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഫിലിപ്സ് ബ്രാൻഡിൽ വരുന്ന ഒരു മോണിറ്ററാണ്. 24-ഉം 27-ഉം 32-ലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മോണിറ്റേഴ്സ് തന്നെയാണ്. ഫിലിപ്സിൽ ഞാനൊരു 24 ഇഞ്ചാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഫിലിപ്സ് ബ്രാൻഡിൽ ലൈൻ സീരീസിൽ 24 ഇഞ്ച് മോണിറ്ററിൽ 4 സൈഡ് ബോർഡർലെസ് ആയിട്ട് വരുന്നൊരു മോണിറ്ററാണിത്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ വരുന്നത് 4 സൈഡ് ഫ്രെയിംലെസ് ആണ്, 1ms ആണ്. ഗെയിമിംഗ് സെഗ്മെൻറ്റും എഡിറ്റിംഗ് സെഗ്മെൻറ്റിലും ഒരുപാട് പോകുന്ന സ്പീക്കറും വരുന്നുണ്ട്. എക്സ്ട്രാ ഇതിന് വരുന്നത് NTSC 27.5-ഉം sRGB വരുന്നത് 113 സെഗ്മെൻറ്റിലുമാണ് sRGB വരുന്നത്. റിഫ്രഷ് റേറ്റ് വരുന്നത് 75 ഹെർട്സിലാണ്. ഒരു മോണിറ്റർ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഒതുങ്ങാൻ പറ്റുന്നൊരു മോണിറ്ററാണ്. ഏകദേശം നമുക്ക് പ്രൈസ് വരുന്നത് MRP വരുന്നത് ഏകദേശം നമുക്ക് പ്രൈസ് വരുന്നത് 17,000 MRP. ഏകദേശം 50% ഇപ്പം നമുക്ക് ഇതിന് ഓഫർ ഉണ്ട്. ഈ മോണിറ്റർ 50% ഓഫർ എന്ന് പറയുന്നത് ഈ മോണിറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഫിലിപ്സ് ആണ്, അത്യാവശ്യം ബ്രാൻഡ് ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഫിലിപ്സ് എന്ന് പറയുന്നത്. ഫിലിപ്സിൽ തന്നെ എവിന സീരീസൊക്കെ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന നമുക്ക് എഡിറ്റിങ്ങും സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്, സ്റ്റുഡിയോക്കാർക്കൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. കാരണം sRGBയും NTSC വീഡിയോ റെൻഡറിങ്ങിന് NTSC ഒക്കെ വേണം. 97 NTSC ആണ് വീഡിയോ. പിന്നെ ഗെയിമേഴ്സിനാണെങ്കിൽ റെസ്പോണ്ടിങ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1ms ആണ് റെസ്പോണ്ടിങ് ടൈം വരുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫിലിപ്സിൻ്റെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. സോ പവർ കോഡ്, സ്റ്റാൻഡിൻ്റെ നോർമൽ പോർട്ട്. സാധാരണ എല്ലാ മോണിറ്ററിലും നമുക്ക് ഒരു കേബിൾസേ ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ കേബിളും ഒരു HDMI കേബിളും ഫിലിപ്സ് നമുക്ക് തരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത് പാക്കിംഗ് സമയത്ത് അവർ മാറ്റാറാണ് മറ്റുള്ള ബ്രാൻഡിൽ. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ കേബിളും HDMI കേബിളും തരുന്നുണ്ട്. സോ ഇത്രയും മോണിറ്റർ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനൊരു ഡിസൈനാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. ബാക്ക് ബട്ടണിൽ വരികയാണെങ്കിൽ പവർ ഓഫ് ബട്ടൺ ഒരു ജോയ്സ്റ്റിക് ടൈപ്പിലാണ് കാണിക്കുന്നത്. ഇത് ജോയ്സ്റ്റിക്ക് തന്നെയാണ്. ഇതിൽ ഓഡിയോ കൺട്രോളൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ പോർട്ടിൽ വരികയാണെങ്കിൽ അഡാപ്റ്റർ പോർട്ട്, സൗണ്ട് പോർട്ട്, VGA പോർട്ട്, HDMI പോർട്ട്, DP പോർട്ട്. നമുക്ക് കേബിൾ വരുന്നത് HDMIയും DP ആണ് കമ്പനി നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിസൈനിൽ ഫ്രണ്ട് വരുമ്പം ഡിസൈനിൽ നോക്കൂ, ഫുള്ള് എഡ്ജ്ലെസ് ആണ്. നാനോ എല്ലാം എഡ്ജ്ലെസ് ആണ് വരുന്നത്. ഈ ഒരു ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ 1/2 സെൻറ്റിമീറ്റർ വരുന്ന അല്ലെങ്കിൽ 0.5 mm ആണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അത്രയും വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് ഉണ്ട് മോണിറ്ററിൻ്റെ. ബോർഡും ഇപ്പോൾ ചില ലോക്കൽ ബ്രാൻഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് തോന്നില്ല. പക്ഷെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ലെഗ് വരുന്നത്. ലെഗ് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് പ്രസ് ചെയ്യാം, അങ്ങനെ ആക്കിയിട്ട് പ്രസ് ചെയ്ത് കണക്റ്റഡായി. ബോട്ടം പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഫൈബർ ആണെങ്കിലും ഈ ഇൻറ്റേർണൽ പാർട്ട് മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്.
നമ്മൾ ഫിറ്റ് ചെയ്യുമ്പം ഇവിടെ ലോക്കാണ്